വേരിയബിൾ ഓവർ ഹെഡ് വേരിയൻസ്. ഇത് ശരിക്കും മൂന്നാമത്തെ ടോപ്പിക് അല്ലേ. മെറ്റീരിയൽ ലേബർ പഠിച്ചു, പിന്നെ ഇപ്പോൾ ഏതാ പഠിക്കാൻ പോകുന്നു? വേരിയബിൾ ഓവർ ഹെഡ്. സാധാരണ എല്ലാത്തിനും 2 സ്റ്റെപ്പ് അല്ലേ. ഇവിടെ 2 സ്റ്റെപ്പ് തന്നെയാണ്. പിന്നെ ഒന്നാമത്തെ സ്റ്റെപ്പ് ഒരു സ്റ്റെപ്പാക്കി ഇട്ടത് എന്ത് ചെയ്യാണ്? രണ്ടാമത്തെ സ്റ്റെപ്പിന് എളുപ്പമാവാൻ വേണ്ടിയിട്ടാണ്. അല്ലെങ്കിൽ നമ്മൾ ഒന്നാമത്തെ സ്റ്റെപ്പിൽ തന്നെ എന്ത് ചെയ്യേണ്ടി വരും? ഒന്നാമത്തെയും രണ്ടാമത്തെയും ചെയ്യേണ്ടി വരും. അപ്പോൾ കൂടുതൽ കൺഫ്യൂഷൻ ആവുന്നതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്തു? 3 സ്റ്റെപ്പാക്കി. ഒന്നും മനസ്സിലായില്ലോ? അതിൻ്റെ ആവശ്യമില്ല. യെസ്. സ്റ്റെപ്പ് 1 ഏതാ? കാൽക്കുലേഷൻ ഓഫ് സ്റ്റാൻഡേർഡ് റേറ്റ്. ഓക്കെ, നമുക്കിതിന് എക്സാമ്പിൾ ഇപ്പം തന്നെ എഴുതി പോവാം. സ്റ്റാൻഡേർഡ് റേറ്റ്. സ്റ്റാൻഡേർഡ് റേറ്റ് പെർ യൂണിറ്റ്. സ്റ്റാൻഡേർഡ് റേറ്റ് എങ്ങനെ പറയാം? യൂണിറ്റിലും പറയാം, ഹവറിലും പറയാം. സംശയം ഉണ്ടോ? ഒരാൾക്ക് 1 മണിക്കൂറിന് 100 രൂപ എന്ന് പറയാം, പറഞ്ഞൂടെ? അപ്പോൾ ഒരാൾ ഒരു 8 മണിക്കൂർ വർക്ക് ചെയ്യുകയാണെങ്കിൽ എത്ര രൂപ കൊടുക്കും? 800 രൂപ കൊടുക്കും. ഓക്കെയാണോ? ഒരു ദിവസം അയാളൊരു 50 യൂണിറ്റ് ഉണ്ടാക്കുമെങ്കിൽ 1 യൂണിറ്റിൻ്റെ റേറ്റ് എന്ന് പറഞ്ഞിട്ട് എങ്ങനെ പറയാം? 800 ഡിവൈഡഡ് ബൈ 50. ഓക്കെ അല്ലേ? അപ്പോൾ സ്റ്റാൻഡേർഡ് റേറ്റ് പെർ ഹവർ ആണെങ്കിൽ എത്ര? 100 രൂപ. പെർ യൂണിറ്റ് ആണെങ്കിൽ എത്ര കിട്ടി? 16. ഓക്കെ, അങ്ങനെ പറഞ്ഞൂടെ? അതിലിപ്പോൾ എന്താ പ്രശ്നം? ഇല്ലല്ലോ. അതാണ് സ്റ്റാൻഡേർഡ് റേറ്റ് പെർ യൂണിറ്റ് കാണാനുള്ള ഇക്വേഷൻ. എന്താ? നമ്മളിതൊക്കെ ഒരു ബഡ്ജറ്റിംഗ് ആണ്. ഏതാ? ബഡ്ജറ്റിംഗ്. അപ്പോൾ ഇവിടുത്തെ ഓവർഹെഡ് എടുക്കുന്ന ആക്ച്വൽ അല്ല, ഏതാ? ബഡ്ജറ്റഡാണ്. നിങ്ങളിപ്പോൾ ഇവിടെ പഠിച്ചപ്പോൾ മനസ്സിലായിട്ടുണ്ടാവും. യൂണിറ്റ് ഏതെടുക്കുള്ളൂ? ആക്ച്വൽ എടുക്കുള്ളൂ. കോസ്റ്റ് ഏതെടുക്കേണ്ടത്? ബഡ്ജറ്റ് ചെയ്താണ്. അതാണ് സ്റ്റാൻഡേർഡ് കോസ്റ്റ്. സ്റ്റാൻഡേർഡ് കോസ്റ്റ് ഫോർ ആക്ച്വൽ ഔട്ട്പുട്ട്. അപ്പോൾ ഇക്വേഷൻ ഇവിടെ പ്രീ ഡിറ്റർമിൻഡ് ആയിട്ടുള്ളൊരു സാധനമാണ്. അപ്പോൾ എന്താണ്? ബഡ്ജറ്റഡ്. ഇതിൻ്റെ ഫുൾ ഫോം എഴുതി വെക്കണം. എന്താ? ബഡ്ജറ്റഡ് വേരിയബിൾ ഓവർ ഹെഡ്. ഫുൾ ഫോം പറഞ്ഞാൽ അതന്നെ എഴുതി വെച്ച്. ബഡ്ജറ്റഡ് വേരിയബിൾ ഓവർ ഹെഡ് ഡിവൈഡഡ് ബൈ ഏതാണ്? ബഡ്ജറ്റഡ് ഔട്ട്പുട്ട്. ഓക്കെ അല്ലേ? എക്സാമ്പിൾ ഉണ്ടായില്ലല്ലേ? എത്രയാണ്? 2000 രൂപ ബഡ്ജറ്റഡ് വേരിയബിൾ ഉണ്ട്. ഓക്കെ അല്ലേ? 1000 യൂണിറ്റാണ്. അപ്പോൾ ഒരാൾക്ക് കൊടുക്കുന്ന ഇയാൾ 1000 യൂണിറ്റ് ഒരു ദിവസം ഉണ്ടാക്കും. 1000 എന്തുണ്ടാക്കും? നോട്ട്ബുക്ക് ഉണ്ടാക്കും ഒരു ദിവസം. ഓക്കെ, അപ്പോൾ അയാൾക്ക് കൊടുക്കുന്ന ഇതിന് വേണ്ടിയിട്ട്, ഈ 1000 യൂണിറ്റിന് വേണ്ടിയിട്ട് നമുക്ക് ടോട്ടൽ വേരിയബിൾ ഓവർ ഹെഡ് വരെ എത്രയാണ്? 2000. കാരണം സാലറി എന്താ? ഫിക്സഡ് ആണോ വേരിയബിളാണോ? വേരിയബിൾ ആക്കിക്കൂടെ? എത്ര യൂണിറ്റാണോ നിങ്ങൾ നോട്ട്ബുക്ക് ഉണ്ടാക്കുന്നത് അതിനനുസരിച്ചാണ് നിങ്ങൾക്ക് എന്ത് തരുന്നത്? ശമ്പളം തരുന്നത്. അങ്ങനെയാണെങ്കിൽ അത് സാലറി ഏതായി? നോർമലി പറയുമ്പോൾ സാലറി എന്താണ്? ഫിക്സഡ് ആണ്. നമുക്കറിയാം ഫാക്ടറി ഓവർ ഹെഡ് ഇല്ലേ, അതിലല്ലേ ഈ പ്രൊഡക്ഷൻ ചെയ്യുന്ന ആളുടെ വേജസ് വരിക. അപ്പോൾ ശ്രദ്ധിച്ചോട്ടാ, അയാളുടെ ഡയറക്റ്റ് വേജ് ആണെങ്കിൽ അത് ഓവർ ഹെഡ് എന്ന് വിളിക്കൂല. അതെവിടെ പോവും? ലേബറിൽ പോവും, ഡയറക്റ്റ് ലേബറിൽ. ഓക്കെ അല്ലേ? അപ്പോൾ ഇൻഡയറക്റ്റ് ലേബർ ആയതുകൊണ്ടാണ് എവിടെ വന്നിട്ടുള്ളത്? വേരിയബിൾ. ഇത് ലേബറിനാവണം എന്നില്ല. ഓക്കെ, ഞാൻ ഒരു എക്സാമ്പിൾ പറയണത് ലേബറാണ്, ഇൻഡയറക്റ്റ് ലേബറാണ്. അപ്പോൾ ഒരു വർഷം കൊടുക്കുന്ന എമൗണ്ട് എന്ന് പറഞ്ഞ് എത്രയാണ്? 2000. അങ്ങനെ ഒരു വർഷത്തിന് വിചാരിച്ചാൽ മതി. അല്ലെങ്കിൽ ഒരു വർഷം മൊത്തം. അപ്പോൾ നമുക്ക് എന്ത് വരും? നമുക്ക് ഇതൊന്ന് മാറ്റാം, ഒരു ദിവസത്തെ മാറ്റാം. ഒരു നോട്ട്ബുക്ക് മാനുഫാക്ചർ ചെയ്യുന്ന സ്ഥാപനം ഒരു വർഷത്തിൽ 1000 നോട്ട്ബുക്ക് എന്ത് ചെയ്യും? പ്രൊഡ്യൂസ് ചെയ്യാൻ പോകണം. ബഡ്ജറ്റ് ചെയ്ത യൂണിറ്റ് എത്രയാ? 1000. അവർക്ക് അതിന് വേണ്ടി വരുന്ന വേരിയബിൾ ഓവർ ഹെഡിൻ്റെ ടോട്ടൽ എത്രയാണ്? 2000 ആണ്. അങ്ങനെയാണെങ്കിൽ 2000 ഡിവൈഡഡ് ബൈ 1000 എത്ര വരും? ₹2 പെർ യൂണിറ്റ്. ഒരു നോട്ട്ബുക്ക് ഉണ്ടാക്കാനുള്ള വേരിയബിൾ കോസ്റ്റ് എത്രയാണ്? 2 രൂപ. കുഴപ്പമില്ലല്ലോ. ഇത് നമ്മൾ സ്റ്റാൻഡേർഡ് റേറ്റ് എങ്ങനെയാണ് പറഞ്ഞത്? യൂണിറ്റിലല്ലേ? ഇതേ സ്റ്റാൻഡേർഡ് റേറ്റ് തന്നെ നമുക്ക് ഇനി എന്തിലും പറയാം? ഹവറിലും പറയാം. പറഞ്ഞൂടെ? അപ്പോൾ എന്താ ഇക്വേഷൻ വരിക? മുകളിൽ ബഡ്ജറ്റഡ്, മുകളിൽ എന്തായിരുന്നു? റേറ്റ് പെർ യൂണിറ്റ് ആണെങ്കിൽ എന്തായിരുന്നു? പറഞ്ഞു, ബഡ്ജറ്റഡ് വേരിയബിൾ ഓവർ ഹെഡ് ഡിവൈഡഡ് ബൈ ബഡ്ജറ്റഡ് ഔട്ട്പുട്ട് ആണെങ്കിൽ ഇവിടെ എന്താ? ബഡ്ജറ്റഡ് വേരിയബിൾ ഓവർ ഹെഡ്. അപ്പോൾ നോമിനേറ്റർ എന്താണ്? സെയിം ആണ്.
ഡിവൈഡഡ് ബൈ എത്രയാണ്? ബഡ്ജറ്റഡ് ഹവർ. ഓക്കെ അല്ലേ? അഥവാ മുകളിലുള്ള ഈ 1000 യൂണിറ്റ് ഇല്ലേ, ഈ 1000 യൂണിറ്റ് ഉണ്ടാക്കാൻ ആവശ്യമായിട്ടുള്ള ഹവർ, അതുകൊണ്ട് ഡിവൈഡ് ചെയ്താലും പോരെ. അപ്പോൾ എക്സാമ്പിൾ ഉണ്ട്, എത്ര? 2000. ബഡ്ജറ്റഡ് അവർ എത്രയാണ്? 50 എന്ന് വിചാരിക്കാം. ഓക്കെ അല്ലേ? അപ്പോൾ ഒരു വർഷത്തെ കണക്കൊക്കെ മാറും കേട്ടോ. അപ്പോൾ മനസ്സിലായോ? 50 hours കൊണ്ടാണ് എന്ത് ചെയ്യുന്നത്? 2000 റുപ്യ വരുന്നത്. അപ്പോൾ എത്ര എമൗണ്ട് വരും? 40 per hour. അപ്പോൾ റേറ്റ് നമുക്ക് എങ്ങനെ പറയാം? ഹവറിലും പറയാം, യൂണിറ്റിലും പറയാം. അപ്പോൾ ഈ കമ്പ്യൂട്ടേഷൻ പലപ്പോഴും ട്വിസ്റ്റായിട്ടാവും ക്വസ്റ്റ്യനിൽ തരുന്നുണ്ടാവുക. അത് കണ്ടെത്താൻ നമുക്ക് മിക്കവാറും ഒരു വർക്കിംഗ് വേണ്ടി വരും. ആ വർക്കിങ്ങിനെ നമ്മൾ എന്തായിട്ട് എടുക്കുന്നത്? സ്റ്റെപ്പ് 1 ആയിട്ട് എടുക്കുന്നത്. ഓക്കെ അല്ലേ? ക്ലിയർ അല്ലേ? യെസ്. അപ്പോൾ അത് കഴിഞ്ഞു. ഇവിടെ എഴുതിയിട്ടുണ്ട് സ്റ്റാൻഡേർഡ് റേറ്റ് പെർ യൂണിറ്റ്. എങ്ങനെ കാണാം? സ്റ്റാൻഡേർഡ് റേറ്റ് പെർ ഹവർ ഇൻറ്റു ഹവർ പെർ യൂണിറ്റ്. അടുത്ത സ്റ്റാൻഡേർഡ് റേറ്റ് പെർ ഹവർ ഈസ് ഈക്വൽ ടു സ്റ്റാൻഡേർഡ് റേറ്റ് പെർ യൂണിറ്റ് ഡിവൈഡഡ് ബൈ ഏതാണ്? ഹവർ പെർ യൂണിറ്റ്. അതിൽ സാറ്റിസ്ഫൈഡ് ആയ ആ സാധനത്തിൽ ആയാ? സ്റ്റാൻഡേർഡ് റേറ്റ് പെർ യൂണിറ്റ് ആണ്. അത് കാണാൻ എന്താണ്? വേറൊരു ആംഗിളും ഉണ്ട്. അതാ പറഞ്ഞില്ല, മുകളിൽ പറഞ്ഞാണോ അത്? അല്ല, സ്റ്റാൻഡേർഡ് റേറ്റ് പെർ ഹവർ എടുക്കുക. മുകളിൽ തന്നെ എടുത്തോ. മുകളിലത്തെ സ്റ്റാൻഡേർഡ് റേറ്റ് പെർ ഹവർ എത്രയാണ്? സ്റ്റാൻഡേർഡ് റേറ്റ് പെർ ഹവർ എത്രയാണ്? ഇവിടെ തന്നില്ല. എത്രയാണ്? 50 അല്ലേ? സോറി 40 അല്ലേ? 40 ഇൻറ്റു ഹവർ പെർ യൂണിറ്റ്. ഹവർ പെർ യൂണിറ്റ് 2. എങ്ങനെ 2 കിട്ടി? ഹവറാണ്, ഹവർ. നിങ്ങൾ എത്ര നോട്ട്ബുക്കാണ് ഉണ്ടാക്കുന്നത്? 1000. ആ 1000 നോട്ട്ബുക്ക് ഉണ്ടാക്കാൻ എത്ര മണിക്കൂർ വരും? എത്ര വരും? എത്ര മണിക്കൂറിലാണ് ഉണ്ടാക്കുന്നത്? 50 മണിക്കൂറല്ലേ? 50 മണിക്കൂറിലല്ലേ 1000 നോട്ട്ബുക്ക് ഉണ്ടാക്കുന്നത്? അപ്പോൾ ഒരു നോട്ട്ബുക്ക് ഉണ്ടാക്കാൻ എത്ര ഹവർ വരും? അല്ലെങ്കിൽ മിനിറ്റിലേക്ക് കൺവേർട്ട് ചെയ്യുക. 50 × 60 മിനിറ്റായി. അപ്പോൾ എത്രയായി? 50 × 60. 50 × 60 മനസ്സിലായ? 50 മണിക്കൂറാണ്. അതിന് മിനിറ്റിൽ കൺവേർട്ട് ചെയ്യാൻ ഒരു മണിക്കൂർ എന്ന് പറഞ്ഞാൽ 60 മിനിറ്റാണ്. അപ്പോൾ 50 ഹവർ ഇൻറ്റു 60 മിനിറ്റ് എത്ര വരും? 3000 മിനിറ്റിൽ നിങ്ങൾ എത്ര യൂണിറ്റ് ഉണ്ടാക്കും? 1000 നോട്ട്ബുക്ക്. അപ്പോൾ ഒരെണ്ണത്തിന് എത്ര വരും? ഡിവൈഡഡ് ബൈ 1000. 3 എന്താ? മിനിറ്റ് അല്ലേ? അതിന് ഞാൻ ഹവറിലേക്ക് കൺവേർട്ട് ചെയ്തേ. 108 180 മിനിറ്റിന് ഹവറിലേക്ക് കൺവേർട്ട് ചെയ്തപ്പോൾ ഇതിലേതാ കൂടുതൽ? 60 കൊണ്ട് ഡിവൈഡ് ചെയ്യുക. ഓക്കെ അല്ലേ? അയ്യേ 0.05നെ 4 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തേ. 0.05നെ 4 കൊണ്ട് മൾട്ടിപ്ലൈ 2. അതിനല്ലേ ഈ സാധനം അല്ലേ? ക്ലിയർ അല്ലേ? പറഞ്ഞുതരാം ഒന്നുകൂടെ. ഈ 0.05 എങ്ങനെ കിട്ടിയല്ലേ? ഒന്നും ഇങ്ങനെ ആക്കിയാൽ മതി. 50 ഹവർ അല്ലേ? ഡിവൈഡഡ് ബൈ 1000 അടിച്ച പരിപാടി ചെയ്യും. എത്ര വരും നോക്കും? 50 ഡിവൈഡ് ബൈ 1000 0.05. പിന്നെ 0.05 ഹവർ പറഞ്ഞിട്ട് ഇനി ഇതിനെ മിനിറ്റിലേക്ക് കൺവേർട്ട് ചെയ്യാൻ ഇൻറ്റു എത്ര അടിച്ചാൽ മതി? 60 അടിച്ചാൽ മതി. അപ്പോഴാണ് ഇൻറ്റു അടിക്കുക. ഹവറിനെ മിനിറ്റിലേക്ക് കൺവേർട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇൻറ്റു അടിക്കുക. നേരെ തിരിച്ചാൽ മിനിറ്റിനെ ഹവറിലേക്ക് ആക്കാൻ എന്ത് ചെയ്യണം? ഡിവൈഡഡ് മൾട്ടിപ്ലൈ ചെയ്ത് നോക്കുക. അപ്പോൾ 0.05 ഇൻറ്റു 60 അടിച്ചാൽ 3 കിട്ടും അല്ലേ? ഓക്കെ അല്ലേ? കിട്ടിയില്ലേ? അപ്പോൾ സ്റ്റാൻഡേർഡ് റേറ്റ് പെർ യൂണിറ്റ് കാണാൻ ഈ ഇക്വേഷൻ അല്ല, ഇങ്ങനെയും എന്ത് ചെയ്യാൻ പറ്റും? മുകളിൽ നമ്മൾ ഓൾറെഡി ഒരു ഇക്വേഷൻ പറഞ്ഞു. എന്താ? ബഡ്ജറ്റഡ് വാരിയബിൾ ഓവർ ഹെഡ് ഡിവൈഡ് ബൈ ബഡ്ജറ്റ്. ഇതിൽ രസം എന്താ വെച്ചാൽ ഈ ഇക്വേഷൻ നിങ്ങൾ പഠിക്കേണ്ട ആവശ്യമില്ല. കോമൺ സെൻസ് അപ്ലൈ ചെയ്താൽ കിട്ടും പറയാം. ഓക്കെ അല്ലേ? ഒന്ന് ആലോചിച്ചാൽ മതി. എന്ത്? സ്റ്റാൻഡേർഡ് റേറ്റ് പെർ യൂണിറ്റ് ആണോ സ്റ്റാൻഡേർഡ് റേറ്റ് പെർ ഹവർ ആണോ? സ്റ്റാൻഡേർഡ് റേറ്റ് പെർ യൂണിറ്റ് ആണെങ്കിൽ എന്താ ഇക്വേഷൻ? ബഡ്ജറ്റഡ് വാരിയബിൾ ഓവർ ഡിവൈഡഡ് ബൈ ബഡ്ജറ്റഡ് യൂണിറ്റ് ആണ്. മറ്റേ ഏതാ വരിക? ബഡ്ജറ്റഡ് വാരിയബിൾ ഓവർ ഡിവൈഡ് ബൈ ബഡ്ജറ്റഡ്
ഹവർ വരും. ഇനി ഇങ്ങനെയും കാണാമെന്നാണ് ഇവിടെ പറഞ്ഞത്. സ്റ്റാൻഡേർഡ് റേറ്റ് പെർ യൂണിറ്റ് കാണാൻ ഒരു ഇക്വേഷനാണ് ഇത്. എന്താ ഇക്വേഷൻ? സ്റ്റാൻഡേർഡ് റേറ്റ് പെർ ഹവർ, ഒരു മണിക്കൂറിൻ്റെ റേറ്റ് ഹവർ പെർ യൂണിറ്റ്. ഒരു യൂണിറ്റ് ഉണ്ടാക്കാൻ എത്ര സമയം എടുക്കും. അടിയിൽ മറ്റൊരു ഇക്വേഷൻ ഉണ്ട്. സ്റ്റാൻഡേർഡ് റേറ്റ് പെർ ഹവർ കാണാൻ ഒരു ആൾട്ടർനേറ്റീവ് ഇക്വേഷൻ ഉണ്ട്. എന്താ? അപ്പോൾ നിങ്ങൾ എന്താ ആദ്യം ഞാൻ ഇതിങ്ങനെ അടിയത്ത് ഈ ബ്ലാക്ക് ഭാഗം എഴുതിയിട്ട് ഞാൻ നിങ്ങളോട് ചോദിച്ചു മനസ്സിലായി വെച്ചപ്പോൾ എല്ലാവരും തലട്ടാട്ടിയല്ലോ. നിങ്ങൾ വിചാരിച്ച ഇതിൻ്റെ മുകളിലത്തെ സാധനം തന്നെ ഇതെന്നാ ആണോ? ഞാൻ ആലോചിച്ചു ഇത്രയും പെട്ടെന്ന് ക്ലിക്കായാണ്. ഓക്കെ അല്ലേ? യെസ്. അടിയിൽ സ്റ്റാൻഡേർഡ് റേറ്റ് പെർ യൂണിറ്റ് അല്ലേ? ഇതാ സ്റ്റാൻഡേർഡ് റേറ്റ് പെർ ഹവർ കാണാനുള്ള ഈ ഇക്വേഷനാണ് മാഷ് ഫോക്കസ് ചെയ്യുന്നത്. എന്താ ഇക്വേഷൻ പറഞ്ഞ്? സ്റ്റാൻഡേർഡ് റേറ്റ് പെർ യൂണിറ്റ് ഡിവൈഡഡ് ബൈ ഹവർ പെർ യൂണിറ്റ്. സ്റ്റാൻഡേർഡ് റേറ്റ് പെർ യൂണിറ്റ് എത്രയാ? പെർ യൂണിറ്റ് 2 അല്ലേ? അതിന് എന്തുകൊണ്ട് ഡിവൈഡ് ചെയ്താൽ മതി? എത്ര? ഹവർ പെർ യൂണിറ്റ്. ഓക്കെ അല്ലേ? ഹവർ പെർ യൂണിറ്റ് എത്രയാണ്? 0.05 അല്ലേ? അപ്പോൾ എത്ര വരും? 40 വരും അല്ലേ? 40 തന്നെ അല്ലേ? സ്റ്റാൻഡേർഡ് റേറ്റ് പെർ ഹവർ ഓൾറെഡി ഉള്ള 40 അല്ലേ? അപ്പോൾ ഇങ്ങനെയൊക്കെ ഇത് എന്ത് ചെയ്യാം? പ്രസൻറ്റ് ചെയ്യാം. ക്ലിയർ? ഇപ്പം ഞാൻ പറഞ്ഞു തന്നതിൽ എന്തൊക്കെ ഉണ്ടെന്നറിയോ? എങ്ങനെയൊക്കെ ക്വസ്റ്റ്യൻ വന്നാൽ എങ്ങനെയൊക്കെ ഇക്വേഷൻ ഉപയോഗിക്കാം അതൊക്കെ തന്നിട്ടാണ് എന്ത് ചെയ്തിട്ടുള്ളത്? ഇത് സാധനം സെറ്റ് ചെയ്തിട്ടുള്ളത്. ഓക്കെ അല്ലേ? നമ്മൾ ഓരോ തവണ എടുക്കുമ്പോഴും തോന്നും എന്ത് ഇങ്ങനെ പോരാ, അപ്പോൾ ഇതും ചെയ്തോടെ ആദ്യം ചെയ്യുമ്പോൾ ഫസ്റ്റ് നമ്മൾ എടുക്കുന്ന സമയത്ത് നമുക്ക് എന്താവും? ഇത് മാത്രമാവും. പിന്നെ നമ്മൾ ക്വസ്റ്റ്യൻ ഇങ്ങനെ കണ്ടാൽ മനസ്സിലാവും ഈ ക്വസ്റ്റ്യനിൽ ഇങ്ങനെയും വരാം. അതും കൂടെ മുന്നിൽ കണ്ടിട്ടാണ് ഇത് സെറ്റ് ചെയ്തത്. അപ്പോൾ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, ശ്രദ്ധിച്ചിരിക്കുക. ഓക്കെ? ലോജിക്കുള്ള ആളുകൾക്ക് ഇതിലൊരു സാധനം എന്ത് ചെയ്യേണ്ട ആവശ്യമില്ല, കാണാപ്പാടം പഠിക്കേണ്ട. പക്ഷെ ഇനി ചിലപ്പോൾ അതിന് പ്രയാസം ഉണ്ടാവുമെങ്കിൽ എന്ത് ചെയ്യുക? അതൊക്കെ ഒന്ന് പഠിച്ചു വെക്കുക. ഓക്കെ അല്ലേ? റേറ്റ് പെർ യൂണിറ്റ് അല്ലേ? നമുക്ക് അറിയുന്നതല്ലേ? എത്രയാണോ കോസ്റ്റ് വരെ ഡിവൈഡ് ബൈ യൂണിറ്റ് അടിച്ചാൽ പോരെ? ഹവർ കാണാൻ എത്രയാണോ കോസ്റ്റ് ഡിവൈഡ് ബൈ ഹവർ അടിച്ചാൽ പോരെ? ഇതൊന്നും ആഡ് ചെയ്ത് വെക്കേണ്ട ആവശ്യം ഉണ്ടാവില്ല എന്ന് തോന്നുന്നു. എനിവേ അത് കഴിഞ്ഞു. അപ്പോൾ ഇവിടെ 2 റേറ്റ് ഉണ്ട് മനസ്സിൽ. സ്റ്റാൻഡേർഡ് റേറ്റ് പെർ യൂണിറ്റും ഉണ്ട്. ഓക്കെ അല്ലേ? അതാണ് അടുത്ത ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഓക്കെ അല്ലേ? ക്ലിയർ? ഫുള്ള് ഡിസ്കഷൻ ആയിട്ട് എഴുതിയ പോരെ? കമ്പ്യൂട്ടേഷൻ ടേബിളാണ്. ഇതിലിപ്പോൾ എന്താ പ്രശ്നം? മെറ്റീരിയൽ ആകുമ്പോൾ നമ്മൾ എന്താ പറഞ്ഞത്? ആക്ച്വൽ ക്വാണ്ടിറ്റി ആദ്യം സ്റ്റാൻഡേർഡ് ക്വാണ്ടിറ്റി ഇൻറ്റു സ്റ്റാൻഡേർഡ് റേറ്റ്. ലേബർ ആകുമ്പോൾ എന്താ പറഞ്ഞത്? സ്റ്റാൻഡേർഡ് അവർ ഇൻറ്റു സ്റ്റാൻഡേർഡ് റേറ്റ്. മെറ്റീരിയൽ പ്രൈസ് ഉപയോഗിക്കാം, റേറ്റ് ഉപയോഗിക്കാം, കുഴപ്പമില്ലല്ലോ. പിന്നെ ഒരു വ്യത്യാസപ്പെടാൻ വേണ്ടിയിട്ട് മെറ്റീരിയലും റേറ്റ് എന്ന് പറഞ്ഞൊരു പ്രശ്നമൊന്നുമില്ലല്ലോ. പക്ഷെ ലേബറിന് പ്രൈസ് എന്ന് പറയുന്നത് എന്തല്ല അത്ര അഭികാമ്യമല്ല. അതുകൊണ്ട് നമുക്കൊരു വെറൈറ്റിക്ക് വേണ്ടിയിട്ട് നമ്മൾ പ്രൈസ് എന്ന് ഉപയോഗിച്ചെന്നുള്ളൂ. മെറ്റീരിയൽ അവിടെയും നിങ്ങൾക്ക് റേറ്റ് എന്ന് വേണമെങ്കിൽ എന്ത് ചെയ്യാം? ഉപയോഗിക്കാം. വേണ്ടല്ലോ? ഓക്കെ, സെപ്പറേറ്റ് ആവട്ടെ. അപ്പോൾ ഞാൻ ചിലപ്പോൾ പറയുമ്പോൾ അങ്ങനെ വന്നിട്ടുണ്ടാവും. സ്റ്റാൻഡേർഡ് അവർ ഇൻറ്റു ഏതാണ്? സ്റ്റാൻഡേർഡ് റേറ്റ്. ഇവിടെയാണ് തന്നെ. ഓക്കെ അല്ലേ? അപ്പോൾ ശ്രദ്ധിക്കണം. ലേബറിൻ്റെ സ്റ്റാൻഡേർഡ് അവർ എന്ന് പറഞ്ഞാൽ എന്താ? ലേബറിൻ്റെ സ്റ്റാൻഡേർഡ് അവറാണ്. ഇത് ഏത് സ്റ്റാൻഡേർഡ് അവറാണ്? വേരിയബിൾ ഓവർ ഹെഡിൻ്റെ സ്റ്റാൻഡേർഡ് അവറാണ്. അങ്ങനെ ഒന്ന് മനസ്സിലാക്കി വെച്ചാൽ മതി. ഓക്കെ അല്ലേ? യെസ്. ദെൻ അടുത്തേതാ? ആക്ച്വൽ ഔട്ട്പുട്ട് ഇൻറ്റു ഏതാണ്? സ്റ്റാൻഡേർഡ് റേറ്റ്. അത് മറ്റൊരു ഇക്വേഷൻ. എന്താ അങ്ങനെ? നിങ്ങൾക്കൊരു കാര്യം അറിയുന്നല്ലേ? സ്റ്റാൻഡേർഡ് അവർ എന്ന് പറഞ്ഞാൽ എന്താ? സ്റ്റാൻഡേർഡ് അവർ ഫോർ ആക്ച്വൽ ഔട്ട്പുട്ട് അല്ലേ? അപ്പോൾ അടിയിൽ ആക്ച്വൽ ഔട്ട്പുട്ട് എഴുതിയാൽ കുഴപ്പമുണ്ടോ? ഒന്നുകൂടെ വ്യക്തമാക്കി തരാം. സ്റ്റാൻഡേർഡ് അവർ എന്താണ്? സ്റ്റാൻഡേർഡ് അവർ ഫോർ ആക്ച്വൽ ഔട്ട്പുട്ട്. അപ്പോൾ പ്രശ്നം തീർന്നില്ലേ? ഇവിടെ നിങ്ങൾ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ ഏത് റേറ്റ് കൊണ്ടാണ് മൾട്ടിപ്ലൈ ചെയ്യേണ്ടത്? സ്റ്റാൻഡേർഡ് അവർ ഇൻറ്റു സ്റ്റാൻഡേർഡ് റേറ്റ് പെർ ഹവർ. എക്സ്ക്യൂസ് മീ, 2 സ്റ്റാൻഡേർഡ് റേറ്റിൽ ഇത് രണ്ടും സെയിം ആണോ? അല്ല. അടുത്ത് ആക്ച്വൽ ഔട്ട്പുട്ട് അല്ലേ? അപ്പോൾ നിങ്ങൾ SR, ഇവിടുത്തെ SR ഏതാ? സ്റ്റാൻഡേർഡ് റേറ്റ് പെർ യൂണിറ്റ്. ഓക്കെ അല്ലേ? അപ്പോൾ ക്വസ്റ്റ്യനിൽ രണ്ടും കാണണോ? വേണ്ട, ഏതെങ്കിലും കണ്ടാൽ മതി. 2 ഉണ്ടായാലും ആൻസർ എന്തായിരിക്കും? സെയിം ആയിരിക്കും. അത് നമുക്കൊരു എക്സാമ്പിൾ എന്ത് ചെയ്യുമ്പോൾ തന്നെ സെറ്റ് ചെയ്ത് നോക്കാം. ഓക്കെ അല്ലേ? രണ്ടാമത്തെ ഏതാ? മെറ്റീരിയലിൻ്റെ മെറ്റീരിയൽ കോസ്റ്റ് അല്ലെ? ആക്ച്വൽ ക്വാണ്ടിറ്റി ഇൻറ്റു ആക്ച്വൽ പ്രൈസ്. ലേബറിൻ്റെ ആക്ച്വൽ അവർ ഇൻറ്റു ആക്ച്വൽ റേറ്റ്. അതേപോലെ ഇവിടെ ആക്ച്വൽ അവറിൻ്റെ ആക്ച്വൽ റേറ്റ്. ഓക്കെ അല്ലേ? ആക്ച്വൽ ഹവറാണ്. അപ്പോൾ ഈ AR ഏതാ? ആക്ച്വൽ റേറ്റ് പെർ ഹവർ ആയിരിക്കും. കോമൺ സെൻസ് ആണ്. ക്ലിയർ അല്ലേ? പിന്നെ നമ്മൾ അതിന് എന്ത് ചെയ്യാണ്? ഒരു സ്ട്രക്ചേർഡ് രൂപത്തിലേക്ക് ആക്കുക എന്ന് മാത്രമേ ഉള്ളൂ. ഇതൊക്കെ നമ്മൾ ചിന്തിക്കുന്ന സാധനങ്ങൾ തന്നെയാണ്.
അപ്പോൾ ആക്ച്വലും കിട്ടി. ക്ലിയർ അല്ലേ? 1 പിന്നെ ഏതാ 2. 1 ഏതാ സ്റ്റാൻഡേർഡാ, 2 ഏതാ ആക്ച്വലാ. പിന്നെ നിങ്ങൾക്ക് അറിയാലോ ഇത് രണ്ടും കൂടെ മിക്സായി വരുന്ന സാധനമാണ് 3. അതിൽ ഏത് വരും? ആക്ച്വൽ അവർ ഇൻറ്റു ഏതാണ് സ്റ്റാൻഡേർഡ് റേറ്റ്, അല്ലെങ്കിൽ സ്റ്റാൻഡേർഡ് ഔട്ട്പുട്ട് ഇൻറ്റു ഏതാണ് സ്റ്റാൻഡേർഡ് റേറ്റ്. ഓക്കെ അല്ലേ? ഓക്കെ അല്ലേ? ഈ നമ്പർ 2 ഇല്ലേ, അതിൽ മറ്റൊരു ഇക്വേഷനും കൂടെ പറയാനുണ്ട്. ഓക്കെ അല്ലേ? AH ഇൻറ്റു AR എഴുതിയില്ലേ, അടിയിൽ മറ്റും കൂടെ എഴുതിക്കോ. ആക്ച്വൽ ഔട്ട്പുട്ട് ഇൻറ്റു ആക്ച്വൽ റേറ്റ്, ആക്ച്വൽ ഔട്ട്പുട്ട് ഇൻറ്റു ആക്ച്വൽ റേറ്റ്. ഓക്കെ, നമുക്ക് ഇതിനൊരു നോട്ട് എഴുതാം, ഒരു എക്സാമ്പിൾ ഇതിൻ്റെ ഉള്ളിൽ എന്ത് ചെയ്യുക, അപ്ലൈ ചെയ്ത് നോക്കാം. ഓക്കെ, സത്യത്തിൽ എങ്ങനെ ഈ ഓറില്ലേ, ഓറ് കുറേ ഉണ്ടെങ്കിലും നമ്മൾ എന്ത് ചെയ്താൽ മതി, ഏതെങ്കിലും ഒന്നിൽ ചെയ്താൽ മതി. പക്ഷെ നമ്മളിപ്പോൾ ക്ലാസ്സിൽ ചെയ്യുന്ന സമയത്തും ഹോംവർക്ക് ചെയ്യുമ്പോഴൊക്കെ എന്ത് ചെയ്യുക, കൂടുതലും എല്ലാ ആംഗിളിലും ചിന്തിക്കാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യുക, പ്രാക്ടീസ് ചെയ്യുക. ഓക്കെ, അപ്പോൾ അതിന് വേണ്ടി നമുക്കൊരു നോട്ട് എഴുതാം. ഓക്കെ, എഴുതിക്കോളൂ. എക്സാമ്പിൾ, ഒരു എക്സാമ്പിൾ എഴുതാം. ഒരു മിനിറ്റ്, അതിന് മുൻപേ ഇതിൻ്റെ കുറച്ച് അബ്രിവിയേഷൻസ് ഫുൾ ഫോം എഴുതണ്ടേ. നോട്ട്സ് എന്ന് പറഞ്ഞിട്ട് എന്ത് ചെയ്യാം, നോട്ട്സ് നമ്പർ 1 SH means സ്റ്റാൻഡേർഡ് ഹവർ ഫോർ ഏതാ ആക്ച്വൽ ഔട്ട്പുട്ട്. സ്റ്റാൻഡേർഡ് ഹവർ ഓഫ് എന്ന് എഴുതിയാലും പോരെ, ഓഫ് ആക്ച്വൽ ഔട്ട്പുട്ട് SHI. ഈ SR ഞാൻ പ്രത്യേകിച്ച് എഴുതേണ്ട ആവശ്യമില്ല. ഹവർ ആണെങ്കിൽ സ്റ്റാൻഡേർഡ് റേറ്റ് പെർ ഹവർ ആവും, ഔട്ട്പുട്ട് ആണെങ്കിൽ സ്റ്റാൻഡേർഡ് റേറ്റ് പെർ യൂണിറ്റ് ആവും. അതിപ്പോൾ പ്രത്യേകിച്ച് എഴുതുന്നില്ല. രണ്ടാമത്തെ SH കഴിഞ്ഞാൽ പിന്നെ AO അല്ലേ, ആക്ച്വൽ ഔട്ട്പുട്ട്. ഓക്കെ, നമ്പർ 3 മക്കളെ, ഇതേ ആക്ച്വൽ ഔട്ട്പുട്ടിൻ്റെ സ്റ്റാൻഡേർഡ് അവറാണ് ഇത്. അപ്പോൾ രണ്ടും എന്താ ചെയ്യുക, പ്രശ്നം അവിടെ തീർന്ന്. നമുക്കിനി ചെയ്ത് നോക്കാമല്ലോ, ഒരെണ്ണം പ്രൂഫ് കിട്ടിയാൽ കുഴപ്പമില്ലല്ലോ, നിങ്ങൾക്ക് ചിന്തിക്കാൻ പറ്റുന്നില്ല. മൂന്നാമത്തെ പോയിന്റ് ആക്ച്വൽ ഔട്ട്പുട്ട്, പിന്നെ ഏതടുത്ത് SO SRI, പിന്നെ അടുത്തതിലേതാ AH AR, ഒന്നും കുഴപ്പമില്ലല്ലോ. AO ഉണ്ട് അല്ലേ, അല്ല നമ്മൾ എഴുതിയല്ലേ, സോറി. ഇനി അടുത്ത ഇക്വേഷനിൽ ഏതാള്ളത്, SH ഉണ്ടല്ലേ, AH ഇല്ലേ, AH എഴുതാം. AH എഴുതുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കണം, ആക്ച്വൽ ഹവർ. ഓക്കെ, അടുത്ത് SO ഉണ്ട്. SO ഏതാ, സ്റ്റാൻഡേർഡ് ഔട്ട്പുട്ട് ഫോർ ആക്ച്വൽ ഹവേഴ്സ്. വളരെ ഇമ്പോർട്ടൻസ് സാധനമാണ് സ്റ്റാൻഡേർഡ് ഔട്ട്പുട്ട് ഫോർ ആക്ച്വൽ ഹവേഴ്സ്. ഒരു ക്വസ്റ്റ്യനിൽ നമ്മളൊക്കെ ഒന്ന് സെറ്റാക്കി എടുക്കാം കേട്ടോ, ഡോണ്ട് വരി. ഇനി അഞ്ചാമത്തെ ഒരു പോയിൻ്റായിട്ട് എഴുതി വെക്കാം. നമുക്ക് എങ്ങനെയാണ് ഔട്ട്പുട്ടിനോട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ ഏതാണ് സ്റ്റാൻഡേർഡ് റേറ്റ് പെർ യൂണിറ്റ് എടുക്കണം, ഹവറിനോട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ ഏതെടുക്കണം, സ്റ്റാൻഡേർഡ് റേറ്റ് പെർ ഹവർ എടുക്കണം. അതൊന്ന് നോട്ടായിട്ട് എഴുതി വെക്കാം. ഫിഫ്ത്ത് പോയിന്റ്, when we use or multiply by hours, when we use or multiply by hours, അപ്പോൾ എന്ത് യൂസ് ചെയ്യാം, സ്റ്റാൻഡേർഡ് റേറ്റ് പെർ ഹവർ, and when we multiply by unit, use standard rate per unit. 5. 6.
ഇതൊരു രസമുള്ളൊരു സാധനം കേട്ടോ. ഈ വേരിയബിളിൻ്റെ ഹവർ എന്ന് പറയില്ലേ, ഈ ഹവർ എന്ന് പറഞ്ഞാൽ ഏതാ അവറാണ്? എന്ത് അവറാണ്? വേരിയബിളിൻ്റെ അവർ എന്ന് പറഞ്ഞാൽ അത് ഏത് തന്നെയാണ്? അതിൻ്റെ നമുക്ക് അസ്യൂം ചെയ്യാം ലേബർ അവർ ഇല്ലേ, അതന്നെയാണ് ഏത്. അപ്പോൾ വേരിയബിൾ ഓവർ ഹെഡിനെ ഡ്രൈവ് ചെയ്യുന്ന ആൾ അതിൻ്റെ കോസ്റ്റ് ഡ്രൈവർ എന്നാ പറയാം. എന്താ പറയുക? കോസ്റ്റ് ഡ്രൈവർ ഏതാണ്? ലേബർ ഹവറാണ്. അതോ നയിക്കുന്ന ആൾ. ഡ്രൈവറുടെ പ്രത്യേകത എന്താ? കോസ്റ്റിനെ നയിക്കുക പറയുമ്പോൾ ഏതിന് പ്രപ്പോർഷനേറ്റ്ലിയാണ് ആ കോസ്റ്റ് സഞ്ചരിക്കുക? ലേബർ ഹവറിന്. ഓക്കെ അല്ലേ? അപ്പോൾ എഴുതാം 6th പോയിൻ്റായിട്ട് the cost driver for overhead is labor hour. ഈ കോസ്റ്റ് ഡ്രൈവർ എന്ന് പറയുമ്പോൾ വേണമെങ്കിൽ എഴുതി വെച്ചാൽ വാട്ട് ഇൻഫ്ലുവൻസ് ദ കോസ്റ്റ്. എന്താണ് കോസ്റ്റിന് എന്ത് ചെയ്യുന്നത്? ഇൻഫ്ലുവൻസ് ചെയ്യണത്. അതാണ് ഏത്? കോസ്റ്റ് ഡ്രൈവർ. കോസ്റ്റ് ഡ്രൈവർ എന്ന് പറഞ്ഞാൽ എന്താ? വാട്ട് ഇൻഫ്ലുവൻസ് ദ കോസ്റ്റ്. 7ാമത്തെ പോയിൻ്റായിട്ട് നമുക്ക് നമ്മുടെ എക്സാമ്പിൾ ഇടാം. മുകളിലത്തെ ആ സ്റ്റെപ്പ് 2 വാരിയൻസ് കാൽക്കുലേഷനിലേക്കുള്ള ഒരു എക്സാമ്പിളാണ്. എഴുതുക. സ്റ്റാൻഡേർഡ് ഹവർ to produce 1 unit. നമുക്കതിന് എന്തായിട്ട് എടുക്കാം? ഒരു ടേബിളായിട്ട് എടുക്കാം. എക്സാമ്പിൾ ഒരു ടേബിളാണെന്ന് വിചാരിക്കാം. ബ്രാക്കറ്റിൽ എഴുതുക ടേബിളാണ്. 1 table ഈസ് 10 hours. 10 മണിക്കൂർ കേട്ടോ. അപ്പോൾ 10 മണിക്കൂർ എടുക്കും ഒരു ടേബിളോ കോട്ടോ ടേബിൾ. അങ്ങനെ നമ്മൾ ഒരു കൊല്ലം ഒരു ടാർഗറ്റ് എന്ത് ചെയ്തിട്ടുണ്ടാവും? ഫിക്സ് ചെയ്തിട്ടുണ്ടാവും. ഒരു കൊല്ലം എത്ര എന്ത് ചെയ്യണം? യൂണിറ്റ് ഉണ്ടാക്കണം. അപ്പോൾ അടിയിൽ അടുത്ത പോയിൻ്റായിട്ട് എഴുതാം ബഡ്ജറ്റഡ് ടേബിൾസ് 100 പക്ഷെ നമ്മൾ ബഡ്ജറ്റ് ചെയ്ത് 100 ആണെങ്കിലും ആക്ച്വലി നമുക്കൊരു 70 ഒരു 80 ഉണ്ടാക്കാൻ പറ്റുള്ളൂ. ഓക്കെ അല്ലേ? അപ്പോൾ അടിയിൽ എഴുതാം ആക്ച്വൽ ടേബിൾ പ്രൊഡ്യൂസ്ഡ് 80 യൂണിറ്റ് എന്ന് എഴുതി വെക്കാം. 100ൻ്റെ മുകളിൽ എത്ര എഴുതി വെക്കാം? യൂണിറ്റ് എന്ന് എഴുതി വെക്കാം. ഓക്കെ അല്ലേ? അടുത്ത് സ്റ്റാൻഡേർഡ് റേറ്റ് പെർ യൂണിറ്റ് rupees 50. എന്ന് പറഞ്ഞാൽ ഒരു ടേബിൾ ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ള കോസ്റ്റ്. ഏത് കോസ്റ്റാണ്? വാരിയബിൾ കോസ്റ്റാണെന്ന് പ്രത്യേകിച്ച് പറയണ്ടല്ലോ. നമ്മളിപ്പോൾ വാരിയബിൾ കോസ്റ്റ് അല്ലേ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. ഒരു ടേബിൾ ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ള വാരിയബിൾ കോസ്റ്റ് എത്ര വരും? 50 വരും. ഓക്കെ അല്ലേ? അങ്ങനെയാണെങ്കിൽ ഒരു ഹവറിൻ്റെ റേറ്റ് കണ്ടെത്തിക്കൂടെ? ഒരു മണിക്കൂറിലെ ഒരു മൊത്തം 10 മണിക്കൂറല്ലേ ഒരു യൂണിറ്റ് ഉണ്ടാക്കുക? ഒരു ടേബിൾ ഉണ്ടാക്കാൻ എത്ര രൂപ കൊടുക്കുക എന്ന് കണ്ടെത്തിക്കൂടെ? സ്റ്റാൻഡേർഡ് റേറ്റ് പെർ ഹവർ. സ്റ്റാൻഡേർഡ് റേറ്റ് പെർ ഹവർ എങ്ങനെ കണ്ടെത്താം? നിങ്ങളെന്താ കളിക്കണം മക്കളെ? ഞാൻ ഒരു എംപ്ലോയി ആണ്. എനിക്ക് ഒരു ടേബിൾ ഉണ്ടാക്കിയാൽ എത്ര ഇത് തരും? 50 റുപ്യ. ഒരു ടേബിൾ ഉണ്ടാക്കിയാൽ എത്ര മണിക്കൂർ എടുക്കും? 10. അപ്പോൾ എൻ്റെ മണിക്കൂറിൻ്റെ പൈസ പറയുമ്പോൾ 10 മണിക്കൂർ പണിതിട്ട് ഞാനൊരു ടേബിൾ ഉണ്ടാക്കിയാലല്ലേ 50 രൂപ തരിക. അപ്പോൾ എങ്ങനെ വരിക? 50 / 10 അല്ലേ? യെസ്. 50 എന്താ? റുപ്പീസ്. 10 എന്താ? ഹവേഴ്സ്. അപ്പോൾ ഒരു മണിക്കൂറിന് എത്ര രൂപ തരുന്നു? 5. കോമൺ സെൻസ് അല്ലേ? ഇത്രയും ഡാറ്റ വെച്ച് നമുക്ക് എന്ത് ചെയ്യാം? നമ്മുടെ കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്യാം.
ഓക്കെ, അപ്പോൾ നമ്മൾ കാണാൻ പോകണം. ആദ്യം ഇത് കാണാം. നമ്മുടെ സ്റ്റെപ്പ് 2 ഒന്നുണ്ട് അടിയിക്ക് എഴുതി വെക്കാം. ഇവിടെ 2 ലൈൻ വിട്ടു. ഇനി എന്തെങ്കിലും ക്വസ്റ്റ്യനിൽ ആഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ സ്റ്റെപ്പ് 2 ഒന്നുകൂടെ എടുത്ത് എഴുതി വെക്കാം. സ്റ്റെപ്പ് 2 എന്താ? കമ്പ്യൂട്ടേഷൻ ടേബിൾ. കമ്പ്യൂട്ടേഷൻ ടേബിൾ ഏതൊക്കെയായിരുന്നു? 1, 2, 3 പറയും. സ്റ്റാൻഡേർഡ് അവർ ഇൻറ്റു സ്റ്റാൻഡേർഡ് റേറ്റ്. എന്നിട്ട് ഓർ എഴുതുമ്പോഴേ ഒരു ഗ്യാപ്പ് ഇടണം. ഓക്കെ, ഇതിൽ നമുക്ക് കാൽക്കുലേഷൻ ചെയ്യാനുള്ളതാണ്. സ്റ്റാൻഡേർഡ് അവർ ഇൻറ്റു സ്റ്റാൻഡേർഡ് റേറ്റ്, അല്ലെങ്കിൽ ഏതാ? ആക്ച്വൽ ഔട്ട്പുട്ട് ഇൻറ്റു സ്റ്റാൻഡേർഡ് റേറ്റ്. നമ്പർ 2 ആക്ച്വൽ വേരിയബിൾ ഓവർ ഹെഡ്. എന്തായിരുന്നു? ആക്ച്വൽ ഹവർ ഇൻറ്റു ആക്ച്വൽ റേറ്റ്, അല്ലെങ്കിൽ ഏതാ? ആക്ച്വൽ ഔട്ട്പുട്ട് ഇൻറ്റു ആക്ച്വൽ റേറ്റ്. ലാസ്റ്റ് മൂന്നാമത്തെ ഏതാ? ആക്ച്വൽ ഹവർ ഇൻറ്റു സ്റ്റാൻഡേർഡ് റേറ്റ് ഓർ സ്റ്റാൻഡേർഡ് ഔട്ട്പുട്ട് ഇൻറ്റു സ്റ്റാൻഡേർഡ് റേറ്റ്. ഓക്കെ, ഇതിലേക്ക് അപ്ലൈ ചെയ്തൂടെ മുകളിലത്തെ? ഓക്കെ, സ്റ്റാൻഡേർഡ് അവർ ഏതാ? സ്റ്റാൻഡേർഡ് അവർ ക്വസ്റ്റിൽ തന്നിട്ടുണ്ടാ? 10 ആണ്. സ്റ്റാൻഡേർഡ് അവർ എന്ന് പറഞ്ഞാൽ എന്താ? അടിയിലൊരു വർക്കിംഗ് നോട്ട് സെറ്റ് ചെയ്യുക. വർക്കിംഗ് നോട്ട് നമ്പർ 1. സ്റ്റാൻഡേർഡ് അവർ മീൻസ്, വീണ്ടും എഴുതണം. എന്താ സ്റ്റാൻഡേർഡ് അവർ മീൻസ്? സ്റ്റാൻഡേർഡ് അവർ ഫോർ ആക്ച്വൽ ഔട്ട്പുട്ട്. സ്റ്റാൻഡേർഡ് അവർ ഫോർ ആക്ച്വൽ ഔട്ട്പുട്ട്. മക്കളിവിടെ ആക്ച്വലി എത്ര ടേബിളാണ് ഉണ്ടാക്കിയത്? 80 അല്ലേ? ക്വസ്റ്റ്യൻ ക്ലിയർ അല്ലേ? ഞാനൊന്നുകൂടെ പറയണ, ഫോളോ ചെയ്യുന്നില്ലല്ലോ ആരും. 80. അപ്പോൾ നോക്ക്, സ്റ്റാൻഡേർഡ് അവർ ഒരു യൂണിറ്റിന് എത്ര? 10 മണിക്കൂറല്ലേ? അപ്പോൾ 80 ടേബിൾ ഉണ്ടാക്കാനുള്ള സ്റ്റാൻഡേർഡ് എത്ര വരും? 80 ഇൻറ്റു 10 മണിക്കൂർ ഈസ് ഈക്വൽ ടു 800 ഹവേഴ്സ്. ചെയ്തോ? മുകളിൽ കൊണ്ടിട്ടിടാം. മുകളിൽ സ്റ്റാൻഡേർഡ് അവർ കിട്ടി അല്ലേ? 800. വേണമെങ്കിൽ ബ്രാക്കറ്റിൽ എഴുതാം. വർക്കിംഗ് നോട്ട് നമ്പർ 1 നിന്ന് കിട്ടിയതാ. ഇൻറ്റു സ്റ്റാൻഡേർഡ് റേറ്റ്. സ്റ്റാൻഡേർഡ് റേറ്റ് എന്താ നിങ്ങൾ പറഞ്ഞത്? സ്റ്റാൻഡേർഡ് റേറ്റ് പെർ ഹവർ ആണോ എടുക്കേണ്ടത്, യൂണിറ്റ് ആണോ എടുക്കേണ്ടത്? ഹവർ. നമ്മൾ കണ്ടെത്തിയിട്ടില്ലേ? പെർ ഹവർ 5 അല്ലേ? അപ്പോൾ ഇൻറ്റു 5 എത്ര വരും? എത്ര? 4000 ആണോ? ഓക്കെ, ക്ലിയർ? ഇനി ഇതന്നെ കിട്ടണം. എങ്ങനെയാണെങ്കിൽ ഇനി ബോർഡിലേക്ക് ശ്രദ്ധിക്കാം. ഈ 4000 തന്നെ കിട്ടണ്ടേ അടുത്തതിലും? അപ്പോഴല്ലേ ഇപ്പോൾ ഈ ഇക്വേഷൻ കറക്റ്റ് ആവുള്ളൂ. അതിലെ കൺഫ്യൂഷൻ ക്ലിയർ ചെയ്യാന്നാണ് നമ്മുടെ ഇതിൻ്റെ ഉദ്ദേശം. ആക്ച്വൽ ഔട്ട്പുട്ട് എത്രയാ? 80. ആക്ച്വൽ എത്ര ടേബിൾ ഉണ്ടാക്കി? 80. ഒരെണ്ണത്തിന് വരുന്ന, ഒരു ടേബിളിന് വരുന്ന സ്റ്റാൻഡേർഡ് റേറ്റ് എത്രയാ? ടേബിളിന് വരുന്നത് സ്റ്റാൻഡേർഡ് റേറ്റ് പെർ യൂണിറ്റ് എത്രയാ? 50. എത്ര വരും? 4000. ഓക്കെ അല്ലേ? എഴുതിക്കോ. ആക്ച്വൽ ഔട്ട്പുട്ട് 80 ഇൻറ്റു സ്റ്റാൻഡേർഡ് റേറ്റ് 50. ഇത് കഴിഞ്ഞിട്ട് ഞാനൊരു 5-10 മിനിറ്റ് തരാം ഇതൊന്ന് സെറ്റാക്കാം. ഓക്കെ അല്ലേ? ഒന്ന് ഡിസ്കസ് ചെയ്ത് ഓക്കെ ആയിട്ട് പിന്നെ അടുത്തതിലേക്ക് പോയാൽ മതി. ക്വസ്റ്റ്യൻ ചെയ്യുന്നതിന് മുന്നേ തന്നെ. അങ്ങനെയാണെങ്കിൽ അടുത്തത് നോക്കല്ലേ? ആക്ച്വൽ വേരിയബിൾ ഓവർ ഹെഡ് അല്ലേ? ആ ക്വസ്റ്റ്യനിലിപ്പോൾ ഞാൻ തന്നില്ലല്ലോ, ഇല്ലല്ലോ? അപ്പോൾ എഴുതിക്കോ, ആക്ച്വൽ വേരിയബിൾ ഓവർ ഹെഡ്. ആക്ച്വൽ വേരിയബിൾ ഓവർ ഹെഡ് ഒരു ഇപ്പോൾ 4000 കിട്ടിയ, അപ്പോൾ ഒരു 3800. 3800 മുകളിൽ കൊണ്ടായിട്ട് എഴുതാം അല്ലേ? 3800. ഓക്കെ. ആക്ച്വൽ അവർ വർക്ക് ചെയ്ത് നമ്മൾ തന്നിട്ടുണ്ട് അവിടെ.
ഇല്ലല്ലോ. ആക്ച്വൽ റേറ്റ് ഒന്നും തന്നിട്ടില്ലല്ലോ. ഇല്ലല്ലോ. പക്ഷെ നമുക്കൊന്ന് ഇതിൽ ഈ ക്വസ്റ്റ്യൻ തന്നെ ആക്കാമല്ലോ. അല്ലേ 1 മിനിറ്റ് ഒന്ന് വെയിറ്റ് ചെയ്യണം, ഞാൻ ഒന്ന് സെറ്റ് ചെയ്യട്ടെ. ആക്ച്വൽ വേരിയബിൾ ഓവർഡ് ആക്ച്വൽ എത്ര യൂണിറ്റ് നമ്മൾ പ്രതീക്ഷ ഉണ്ടാക്കുന്നു? ബഡ്ജറ്റ് ചെയ്ത് 100 അല്ലേ. ആക്ച്വൽ പ്രൊഡ്യൂസ് ചെയ്ത് തന്നിട്ടുണ്ട് 80 അല്ലേ. അപ്പോൾ ആക്ച്വൽ ഔട്ട്പുട്ട് 80 ഉണ്ട്. ഇനി നമുക്ക് ആക്ച്വൽ റേറ്റും കൂടെ കിട്ടിയാൽ മതി അല്ലേ. അപ്പോൾ ഇതിൽ കണക്ട് ചെയ്യുക ആക്ച്വൽ റേറ്റ്. ആക്ച്വൽ റേറ്റ് ഏതാണ്? ആക്ച്വൽ റേറ്റ് ഞാൻ ഏതാ തരേണ്ടത്? ആക്ച്വൽ റേറ്റ് 80 മൾട്ടിപ്ലൈ ചെയ്യേണ്ടത് ആക്ച്വൽ റേറ്റ് പെർ യൂണിറ്റ് ആണ് അല്ലേ. സ്റ്റാൻഡേർഡ് റേറ്റ് 50 റുപ്യ അല്ലേ നമ്മളിപ്പോൾ വിചാരിച്ചത്. ഒരു ടേബിൾ ഉണ്ടാക്കാം. ആക്ച്വലി വന്നത് എത്രയെന്ന് വിചാരിക്കുക? ഒരു 40 എന്ന് വിചാരിക്കുക. ഓക്കെ അല്ലേ. അപ്പോൾ 80 × 40 എത്ര വരും? 3200. ഓക്കെ, അപ്പോൾ കറക്റ്റ് ആയില്ലേ? അല്ലേ. ഓക്കെ, അപ്പോൾ നിങ്ങൾ ക്വസ്റ്റ്യനിൽ ഇതൊന്ന് മാറ്റിയാൽ മതി. ആക്ച്വൽ റേറ്റ് ഇട്ടാൽ മതി 40. ആക്ച്വൽ റേറ്റ് ഞാൻ ഈ ആക്ച്വൽ വേരിയബിൾ ഓവർഡ് ഉണ്ട് വേണ്ട, നമുക്ക് ഇക്വേഷനിൽ അപ്ലൈ ചെയ്യാം. മുകളിൽ ഒരു ഇക്വേഷൻ ഉണ്ടല്ലോ. ആക്ച്വൽ അവർ എത്ര എടുത്ത് നോക്കണ്ടേ? ഈ ക്വസ്റ്റ്യനിൽ ആക്ച്വൽ അവറിനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ടോ? ഇല്ല. അപ്പോൾ തൽക്കാലം നമുക്ക് വിടാം, പിന്നൊരു അവസരത്തിൽ നോക്കാം. 3-ാമത്തേൽ അപ്ലൈ ചെയ്യാം. ഓക്കെ, ഏതാ ആക്ച്വൽ അവർ ഇവിടെ അപ്ലൈ ചെയ്യാൻ അറിയില്ല. 2-ാമത്തെ ചെയ്യാൻ പറ്റുമോ അല്ലേ? ഏതാ സ്റ്റാൻഡേർഡ് റേറ്റ് അല്ലേ. ഏത് സ്റ്റാൻഡേർഡ് ഔട്ട്പുട്ട് ഇൻറ്റു ഏതാണ് സ്റ്റാൻഡേർഡ് റേറ്റ്? സ്റ്റാൻഡേർഡ് ഔട്ട്പുട്ട് എത്രയാണ്? 100 യൂണിറ്റ് അല്ല. ഓക്കെ അല്ലേ. യെസ്. അല്ല, ഞാൻ ഒരു കാര്യം ചോദിച്ചോട്ടെ. ഈ ക്വസ്റ്റ്യൻ തന്നെ ഇതിൽ ഫുള്ളായിട്ട് വേണമെന്നില്ലല്ലോ. ഞാൻ ഇതിന് വേറെ എക്സാമ്പിൾ പറഞ്ഞാൽ പോരെ. ഓക്കെ, അപ്പോൾ ഇത് അവിടെ കഴിഞ്ഞു. ഇനി അടുത്ത് എന്ത് ചെയ്യണം? കുറച്ചുകൂടി ഇൻഫർമേഷൻ വേറെ തരാം, വേറൊരു ആംഗിളിൽ തരാം. ഓക്കെ, നോട്ട് നമ്പർ ഏതാ? എയ്റ്റാ? എയ്റ്റ്. ഇതുവരെയുള്ളൊന്ന് വായിച്ചേ, ഞാനൊന്ന് സെറ്റ് ചെയ്യട്ടെ. വായിക്കും. ഓക്കെ, ഇത് സെറ്റാണ്. ഇതിലുള്ള ആക്ച്വൽ ഹവേഴ്സ് ഞാനൊരു 12 ഇട്ട്. എത്ര ഇട്ട്? 12 എടുക്കണേ. 12 അതും കൂടെ ക്വസ്റ്റ്യനിൽ ചേർത്ത്. ആക്ച്വൽ ഹവേഴ്സ് ടേക്കൺ 12 ഹവേഴ്സ്. ആക്ച്വൽ ഹവേഴ്സ് ടേക്കൺ 12 എടുത്തില്ലേ? ഇനി നമുക്ക് ഇതൊന്ന് ഫില്ല് ചെയ്യാം. ഇതിൽ വർക്കിംഗ് നോട്ട് നമ്പർ ഏതാ? 2 ആണ്. ഓക്കെ, വർക്കിംഗ് നോട്ട് നമ്പർ 2. ഓക്കെ അല്ലേ? വർക്കിംഗ് നോട്ട് നമ്പർ 2. ഏത് ഇക്വേഷൻ ഇപ്പോൾ അപ്ലൈ ചെയ്യാൻ പോണ്? ഫസ്റ്റ് ആക്ച്വൽ അവർ, അതിൽ ആക്ച്വൽ അവർ കാണണം അല്ലേ. ആക്ച്വൽ അവർ ഈസ് ഈക്വൽ ടു എന്നിട്ട് എഴുതാം ആക്ച്വൽ അവർ ഫോർ സ്റ്റാൻഡേർഡ് ഔട്ട്പുട്ട്. ആക്ച്വൽ അവർ ഫോർ സ്റ്റാൻഡേർഡ് ഔട്ട്പുട്ട്. ആക്ച്വലി 12 മണിക്കൂറല്ലേ അടുത്ത്. അപ്പോൾ 100 ടേബിൾ ഉണ്ടാക്കണമെങ്കിൽ ഓക്കെ അല്ലേ. അപ്പോൾ ആക്ച്വൽ അവർ എത്ര വരുമായിരുന്നു? ഉണ്ട്, ആ ടേം ശ്രദ്ധിച്ചാൽ 100 എണ്ണത്തിന് വേണ്ടിയിട്ടുള്ള ആക്ച്വൽ അവർ, അതാണ് ആക്ച്വൽ അവർ ഫോർ സ്റ്റാൻഡേർഡ് ഔട്ട്പുട്ട്. സ്റ്റാൻഡേർഡ് ഔട്ട്പുട്ട് പറഞ്ഞാൽ എത്രയാണ്? 100 അല്ലേ. 100 × 12 അപ്പോൾ എത്ര വരും? 1200 ഹവേഴ്സ്.
1200 ഹവേഴ്സ്. ഓക്കെ അല്ലേ? ഇനി അതിൻ്റെ റേറ്റ് എത്ര? ഞാൻ മുകളിൽ കൊണ്ടിട്ട് എഴുതില്ല. 1200 ഹവേഴ്സ്, 1200 മുകളിൽ കൊണ്ടിട്ട് എഴുതാം. ഇൻറ്റു സ്റ്റാൻഡേർഡ് റേറ്റ് പെർ ഹവർ എത്ര? 5. ഓക്കെ, ഇൻറ്റു 5. അപ്പോൾ എത്ര വരും? 6000 വരും. ഓക്കെ, ഇനി അടുത്താണ് ഇവിടെ ഏറ്റവും കൂടുതൽ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു സാധനം, സ്റ്റാൻഡേർഡ് ഔട്ട്പുട്ടാണ്. വർക്കിംഗ് നോട്ട് നമ്പർ ഏതാ? 3 അല്ലേ? 3 or 4? 3. സ്റ്റാൻഡേർഡ് ഔട്ട്പുട്ട് എഴുതി വെക്കുക. സ്റ്റാൻഡേർഡ് ഔട്ട്പുട്ട് SO എന്നിട്ട് എഴുതി വെക്കുക. സ്റ്റാൻഡേർഡ് ഔട്ട്പുട്ട് ഇൻ ആക്ച്വൽ ഹവേഴ്സ്. സ്റ്റാൻഡേർഡ് ഔട്ട്പുട്ട് ഇൻ ആക്ച്വൽ ഹവേഴ്സ്. അങ്ങനെ പറഞ്ഞാൽ 1200 ഹവേഴ്സ് അല്ലേ മുകളിൽ നമ്മൾ കണ്ട ഈ ആക്ച്വൽ അവർ, ഡിവൈഡഡ് ബൈ ഒരെണ്ണത്തിന് വേണ്ട സ്റ്റാൻഡേർഡ് എത്രയാണ്? 10 അല്ലേ? അങ്ങനെ എത്ര വരും? 120 വരും യൂണിറ്റ്. 120 യൂണിറ്റ്. മുകളിൽ 120 ഇട്ടിട്ട് സ്റ്റാൻഡേർഡ് റേറ്റ് ഏതാ ഇടേണ്ട? യൂണിറ്റിൻ്റെ റേറ്റ് അല്ലേ? യൂണിറ്റിൻ്റെ റേറ്റ് എത്ര ഉള്ളത്? സ്റ്റാൻഡേർഡ് 50 അല്ലേ? വരില്ലേ? വരും. 6000. ഓക്കെ അല്ലേ? അപ്പോൾ ഇതിലൊക്കെ ഈ സ്റ്റാൻഡേർഡ് അവറും സ്റ്റാൻഡേർഡ് ഔട്ട്പുട്ടൊക്കെ പറയുമ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും എന്തുണ്ടാവും? ആക്ച്വൽ അവറിൻ്റെ യൂണിറ്റ് സ്റ്റാൻഡേർഡ് ഔട്ട്പുട്ട് എന്നും, അപ്പുറത്തെ ഹവർ നോക്കുമ്പോൾ ഏതാണ്? ആക്ച്വലിൻ്റെ ഏതാണ്? സ്റ്റാൻഡേർഡ് ഹവർ എന്നൊക്കെ ആയിരിക്കും. അപ്പോൾ ഒന്ന് ശ്രദ്ധിക്കുക, അത്രേ ഉള്ളൂ. യെസ്, അപ്പോൾ മുകളിൽ കൊണ്ടുപോയിട്ട് ഇടാം. അപ്പോൾ ആയില്ലേ? മതി. അപ്പോൾ നമ്മളിപ്പോൾ ഉദ്ദേശിച്ചതായിരുന്നു ഇതൊക്കെ ഒന്ന് അങ്ങോട്ടും കൊണ്ടൊക്കെ വന്നു. അപ്പോൾ ക്വസ്റ്റ്യനിൽ ഇപ്പോൾ ഞാൻ ചോദിക്കണം, സാറേ ക്വസ്റ്റ്യനിൽ ഇങ്ങനെ, ക്വസ്റ്റ്യനൊക്കെ വളരെ സിമ്പിളാവും, ഇത്രയും കോംപ്ലിക്കേഷനൊന്നും ഉണ്ടാവില്ല, എല്ലാം കൂടെ ഒന്നും തരില്ല. ഓക്കെ, അപ്പോൾ ഇതിൽ ഏതെങ്കിലും ഒരെണ്ണം മാത്രം എന്ത് സ്റ്റാൻഡേർഡ് റേറ്റ് നിങ്ങളിത് മാത്രം നോക്കിയാൽ മതി, അടിയത്തൊന്നും നോക്കണ്ട. ഞാനിപ്പോൾ ഉദ്ദേശിക്കുന്നത് ഇത് SH കണ്ട് AO ഉണ്ട്, അപ്പോൾ ഇത് സ്റ്റാൻഡേർഡ് അല്ലേ സാർ, ഇത് ആക്ച്വൽ അല്ലേ എന്നൊക്കെ ചോദിക്കുമ്പോൾ അതിനുള്ള എന്താണ് പ്രൂഫാണ് നമ്മളിപ്പോൾ ചെയ്തത്. ഓക്കെ അല്ലേ? യെസ്, ഞാൻ പറഞ്ഞല്ലോ നമുക്ക് സാധാരണ ഇക്വേഷനിലിട്ട് കളിച്ചിട്ട് കാര്യമില്ലല്ലോ, ഡെപ്തിൽ പോണ്ടേ അല്ലേ? അങ്ങനെ തന്നെയല്ലേ നിങ്ങൾ ആവശ്യപ്പെടുന്നത്. അപ്പോൾ ഡെപ്തിൽ കാര്യം മനസ്സിലാക്കുമ്പോൾ കുറച്ച് കൂടുതൽ എന്ത് ചെയ്യേണ്ടി വരും? എഫേർട്ട് ഇടേണ്ടി വരും. അതും തിരിച്ചറിയല്ലോ അല്ലേ? മറ്റേക്ക് വേണമെങ്കിൽ എന്ത് ചെയ്യുക, എളുപ്പത്തിൽ ഇങ്ങനെ അത് മാത്രമാക്കി ഇങ്ങനെ അതിൽ ഏതെങ്കിലും ഒരു ഭാഗമൊക്കെ പറഞ്ഞിങ്ങനെ പോവാം. അപ്പോൾ എല്ലാ ടൈപ്പ് ക്വസ്റ്റ്യനും ചെയ്യാൻ നിങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടാവും. ഞാൻ പറഞ്ഞുതരാം, കൂടെയുണ്ട് ഷാക്കിർ സാർ. ഓക്കെ അല്ലേ? ആക്ച്വൽ അവറാണ് കാണേണ്ടത് ആദ്യം. ഓക്കെ, ഇവിടുത്തെ ആക്ച്വലിൽ വേറെ കൺഫ്യൂഷനൊന്നുമില്ല. ആക്ച്വലി എത്ര യൂണിറ്റ് നമ്മൾ ഉണ്ടാക്കി, ഇപ്പോൾ ഇതിനൊരു നോട്ട് അല്ലെങ്കിൽ ഇവിടെ എഴുതിയാൽ മതിയാ. ആക്ച്വൽ അവർ എന്ന് പറഞ്ഞാൽ എത്രയാണ് ആക്ച്വൽ അവർ? 12 മണിക്കൂറല്ലേ? അത് എത്ര യൂണിറ്റിനാണ് ആക്ച്വൽ അവർ? 12 ഹവേഴ്സ് പറഞ്ഞാൽ എന്താണ്? നമ്മൾ സ്റ്റാൻഡേർഡ് അല്ലേ, ഒരെണ്ണത്തിൻ്റെ എന്നല്ലേ നമ്മൾ പറയാം. ഇൻറ്റു നിങ്ങൾ എത്ര ആക്ച്വലി ഉണ്ടാക്കിയ യൂണിറ്റ്? 80 അല്ലേ? 80 യൂണിറ്റ്. അപ്പോൾ എത്ര വരും? 12 × 80, 900 ഇൻറ്റു ആക്ച്വൽ റേറ്റ് ഏതാ കാണേണ്ടത്? ഇവിടുത്തെ ആക്ച്വൽ റേറ്റ് എന്താണ്? പെർ ഹവറാ. നമുക്ക് ആക്ച്വൽ റേറ്റ് തന്നത് 40 എന്താണ്? പെർ യൂണിറ്റാ. ഡിവൈഡഡ് ബൈ എത്ര മണിക്കൂറിനാണ് ഈ 40 രൂപ കൊടുക്കുന്നത്? ഒരു യൂണിറ്റ് ഉണ്ടാക്കാൻ 12 മണിക്കൂറാണെങ്കിൽ അല്ലേ? അപ്പോൾ ഒരു അവറിന് എത്ര കൊടുക്കും? 40 ഡിവൈഡഡ് ബൈ 12. അപ്പോൾ എത്ര? 33.3333 ഇൻറ്റു 960 അടിച്ചാൽ 3200 വരും. ഓക്കെ അല്ലേ? യെസ്, ഇത് കിട്ടിയില്ല. ഇതെന്താന്നുള്ളത് ഇപ്പം ഞാൻ പറയാണ്. ഒരു ടേബിൾ ഉണ്ടാക്കാനാണ് 40 രൂപ അല്ലേ? ഒരു ടേബിൾ ഉണ്ടാക്കാൻ എത്ര മണിക്കൂർ ആക്ച്വലി എടുത്തു?
12. അപ്പം 40/12 ഒരു മണിക്കൂറിൻ്റെ പൈസ എത്ര കിട്ടി? 33.33 കിട്ടി. അപ്പം ഇങ്ങനെ എന്ത് ചെയ്യാം? അത് ചെയ്യും. ശരിയാവില്ലേ? ഓക്കെ, ദെൻ അടുത്ത സ്റ്റെപ്പിലേക്ക് പോലെ കഴിഞ്ഞ എഴുതി ഞങ്ങൾ എഴുതാത്തവർ എഴുതും. കഴിഞ്ഞോ? പറയട്ടെ മക്കളെ? അടുത്ത് ലാസ്റ്റ് സ്റ്റെപ്പ് 1 എന്താ പഠിച്ച്? കമ്പ്യൂട്ടേഷൻ ഓഫ് സ്റ്റാൻഡേർഡ് റേറ്റ്. പിന്നെ പഠിച്ചതാ കമ്പ്യൂട്ടേഷൻ ടേബിൾ. സ്റ്റെപ്പ് 3 ഏതായിരിക്കും? വാരിയൻസ് കാൽക്കുലേഷൻ. എല്ലാവരും ഉണ്ട് ഫുള്ളാ? സ്റ്റെപ്പ് ഏതാ അടുത്ത്? പവർ പോയിന്റ് കാണാമല്ലോ. സ്റ്റെപ്പ് ഏതാ? 3 എഴുതി ഞങ്ങൾ. വാരിയൻസ് കാൽക്കുലേഷൻ. നിങ്ങൾ ആലോചിച്ച് നോക്കും, ലേബർ ആണെങ്കിൽ ലേബർ കോസ്റ്റ് വാരിയൻസ് അല്ലേ? ഓവർഹെഡ് ആണെങ്കിൽ ലേബർ. പിന്നെ മെറ്റീരിയൽ ആണെങ്കിൽ മെറ്റീരിയൽ കോസ്റ്റ് അല്ലേ? അപ്പോൾ ഇവിടെ എന്തായിരിക്കും? വേരിയബിൾ കോസ്റ്റ് വാരിയൻസ്. സിമ്പിൾ. ഓക്കെ അല്ലേ? വേരിയബിൾ ഓവർ ഹെഡ് കോസ്റ്റ് വാരിയൻസ് എഴുതല്ലേ? അത് എഴുതിക്കോ. വേരിയബിൾ ഓവർ ഹെഡ് കോസ്റ്റ് വാരിയൻസ് ഏതാ? 1 - 2 തന്നെയാണ്. ആ പാറ്റേൺ അങ്ങനെ തന്നെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുള്ളത്. അടുത്ത് വേരിയബിൾ ഓവർ ഹെഡ് എക്സ്പെൻഡിച്ചർ വാരിയൻസ്. വേരിയബിൾ ഓവർ ഹെഡ് എക്സ്പെൻഡിച്ചർ വാരിയൻസ് 3 - 2. വേരിയബിൾ ഓവർ ഹെഡ് എക്സ്പെൻഡിച്ചർ വാരിയൻസ് 3 - 2. അടുത്ത് വേരിയബിൾ ഓവർ ഹെഡ് എഫിഷ്യൻസി വാരിയൻസ് ഏതായിരിക്കും? 1 - 3. വേരിയബിൾ ഓവർ ഹെഡ് എഫിഷ്യൻസി വാരിയൻസ് 1 - 3. അപ്പോൾ ഒന്ന് ഏതായിരുന്നു? എക്സ്പെൻഡിച്ചർ വാരിയൻസും പിന്നെ ഏതാ? എഫിഷ്യൻസി. അത്ര എളുപ്പത്തിൽ പഠിക്കാനുള്ളൂ. എക്സ്പെൻഡിച്ചർ വാരിയൻസും പിന്നെ ഏതാ? എഫിഷ്യൻസി. ആദ്യം വേരിയബിൾ ഓവർ ഹെഡ് കോസ്റ്റ് വാരിയൻസ് നോക്കാം അല്ലേ? 1 - 2 നമുക്ക് ഓൾറെഡി അറിയാലോ. മുകളിൽ നമ്മൾ 1 എത്ര കണ്ടുള്ളത്? 4000 അല്ലേ? 2 എത്ര ഉള്ളത്? 3200. എന്താ അതിൻ്റെ ലോജിക്ക്? 4000 രൂപയാണ് നിങ്ങൾ എന്ത് ചെയ്തത്? ഞാൻ ലോജിക്കൽ നോട്ട് അടുത്തൊരു ക്വസ്റ്റ്യൻ, ശരിക്കൊരു ക്വസ്റ്റ്യൻ തന്നിട്ട് തരാട്ടാ. 4 - 3 പോയി, 3200. അപ്പോൾ 800 രൂപ. സന്തോഷമാണോ സങ്കടമാണോ? സന്തോഷം. 4000 രൂപയാണ് നിങ്ങൾക്ക് അനുവദിച്ച സ്റ്റാൻഡേർഡ് കോസ്റ്റ് ഫോർ വേരിയബിൾ ഓവർ ഹെഡ്. പക്ഷെ എത്ര ആയുള്ളൂ? 3. അപ്പോൾ 800 എന്താ? ഫേവറബിൾ. 800 ഫേവറബിൾ. ദെൻ എക്സ്പെൻഡിച്ചറിലെ മാറ്റം ഏതാ? 3 - 2 അല്ലേ? 3 - 2 ഏതാ? 6000 - 3200 എത്ര? 2800. ഏതാ? പോസിറ്റീവാ നെഗറ്റീവാ? പോസിറ്റീവ് അല്ലേ? ഫേവറബിൾ അല്ലേ? ഓക്കെ. ദെൻ അടുത്ത് 1 - 3. 4000 - 6000 എത്രയാ? 2000. അതേതാ? അഡ്വേഴ്സ്. ഏതിൽ പരാജയമുണ്ട്? എഫിഷ്യൻസി. ഞാൻ പറഞ്ഞു ഈ എഫിഷ്യൻസി ആരെയാണ് സ്കോൾഡ് ചെയ്യേണ്ടത്? ലേബറിനെ തന്നെ. വേരിയബിൾ ഓവർ ഹെഡിനെ ഡ്രൈവ് ചെയ്യുന്നത് ആരാന്ന് പറഞ്ഞിട്ടുണ്ട്? ലേബർ ഹവർ. അപ്പോൾ ഇതിൻ്റെ പിന്നിൽ ആരെന്നെയാണ്?
ലേബർ തന്നെയാണ്. പക്ഷെ അവർ ഏത് ലേബർ അല്ല, ഡയറക്റ്റ് ലേബർ അല്ല, അവരേതാണ് ഇൻഡയറക്റ്റ് ലേബർ. അത്ര വ്യത്യാസമുള്ളൂ. ഓക്കെ അല്ലേ? യെസ്, ദാറ്റ്സ് ഓൾ.